തമിഴ്നാട് ഘടകം BJP ആവശ്യപ്പെടുന്നത് അണ്ണാമലയെ രാജിവെക്കണമെന്നതാണ്. അണ്ണാമലയെ പോലൊരു വ്യക്തിയെ കൊണ്ട് BJPയെ ഒരു രീതിയിലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അണ്ണാമലയുടെ രാഷ്ട്രീയം തമിഴ്നാട്ടിൽ ചിലവാകുകയില്ല. തമിഴിസൈ സൗന്ദരരാജൻ അടക്കമുള്ളവർ അണ്ണാമലയ്ക്കെതിരെ അതിശക്തമായി നീങ്ങുന്നു എന്ന് മനസ്സിലാക്കി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ രോഷാകുലരാണ്. അണ്ണാമല എന്നത് മോദി ഭക്തനായതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും മാറ്റാൻ കഴിയില്ല എന്ന രീതിയിലാണ് അവർ പറയുന്നത്. അതിനിടയിൽ അണ്ണാമലൈ വലിയൊരു കോമഡി കൂടി പറഞ്ഞിരിക്കുകയാണ്. 2026 BJP സഖ്യം തമിഴ്നാട്ടിൽ അധികാരത്തിൽ എത്തുമത്രേ. എങ്ങനെയാണ് എന്ന് മാത്രം പറഞ്ഞു തരുന്നില്ല. 2026 DMKക്ക് മൃഗീയ ഭൂരിപക്ഷം ലഭിക്കും എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതിന് കാരണവും നിരവധിയാണ്. ഇപ്പോൾ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ DMK ഒറ്റയ്ക്ക് തന്നെ 22 സീറ്റുകൾ നേടി. DMKക്ക് വേണമെങ്കിൽ കോൺഗ്രസിനെ മാത്രം കൂട്ടി ഘടകകക്ഷികളിൽ വേറെ ആർക്കും നൽകാതെ ആ രീതിയിൽ തന്നെ മുന്നോട്ട് നടത്താമായിരുന്നു. 40-ൽ 40 ലോക്സഭാ സീറ്റുകളും അങ്ങനെ നേടിയെടുക്കാൻ കഴിയും. തമിഴ്നാട്ടിലെ 39 സീറ്റും പുതുച്ചേരിയിലെ 1 സീറ്റും കൂടി ചേർന്നുള്ള കണക്കാണ് ഈ പറയുന്നത്. അണ്ണാമലൈ വലിയ പ്രതീക്ഷയോടെ മത്സരിച്ച കോയമ്പത്തൂരിൽ DMKയുടെ സ്ഥാനാർത്ഥി ജയിച്ചത് 1.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. പകരമായി DMK ദിണ്ടിഗൽ സീറ്റാണ് സഖ്യകക്ഷിയായ CPIM വിട്ടുകൊടുത്തത്. 5,32,000 വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ DMK ജയിച്ച ദിണ്ടിഗലിൽ ഏത് സഖ്യകക്ഷി നിന്നാലും ജയം ഉറപ്പാണെന്ന് DMKക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് CPIM ആ സീറ്റ് മുന്നണി മര്യാദയുടെ പേരിൽ വിട്ടു നൽകിയത്. ഇപ്പോൾ DMK ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ചർച്ച ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഇന്ത്യ മുന്നണിയിലെ അവിഭാജ്യ ഘടകമായ DMKക്ക് കൂടുതൽ പൊരുതി നിൽക്കാനും കൂടുതൽ നേട്ടങ്ങൾ കൊയ്തെടുക്കാനും കഴിയുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള ശ്രമമാണ്. അതിനിടയിൽ BJP ആവുന്നത്ര ശ്രമിക്കുന്നുണ്ട് എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഒപ്പിച്ച് അവിടെ ജനങ്ങൾക്കിടയിൽ പുകമറ സൃഷ്ടിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത്. നേരത്തെ AIADMKയുമായി സഖ്യത്തിലായിരുന്നപ്പോൾ BJP കാണിച്ചത് AIADMKയെ തളർത്താൻ വേണ്ടിയുള്ള ശ്രമമാണ്. അങ്ങനെയാണ് AIADMK BJPയെ അകറ്റി നിർത്തി മുന്നണിയിൽ നിന്നും ചവിട്ടി പുറത്താക്കിയത്. AIADMKക്ക് കൃത്യമായി മനസ്സിലായി BJP തങ്ങളുടെ സ്പേസ് മുഴുവനായി അത് കൈയടക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണെന്ന്. ജയലളിതയുടെ മരണത്തിന് ശേഷം AIADMK ഇന്നേ വരെ തമിഴ്നാട്ടിൽ ശക്തമായി തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടില്ല. തകർന്ന് തരിപ്പണമാകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. എന്നാൽ BJPയുടെ വോട്ട് ഷെയർ ക്രമാതീതമായി വളർത്തിയെടുക്കാൻ തീവ്രമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ അത് വിജയത്തിലേക്ക് എത്തില്ല എന്നുള്ളത് മാത്രമല്ല, അതിനുവേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങളെ മതനിരപേക്ഷകർ തടുത്തു നിർത്തുന്നുമുണ്ട്. തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സ്ഥിതിഗതികളിൽ പുതിയൊരു രാഷ്ട്രീയ നീക്കം കൂടി നടക്കുന്നു. AIADMKയിൽ നമുക്കറിയാം അവിടെ പിളർപ്പുണ്ട്, EPSഉം OPSഉം. അതിനകത്ത് പിളർപ്പിന്റെ അതിരൂക്ഷമായ അവസ്ഥ കാരണം AIADMKയിലെ പ്രവർത്തകർ വരെ DMKയിലേക്ക് ചേരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്.